അപ്പം ഞാൻ നടക്കുക എന്നുള്ളത് എങ്ങനെ വരും? ഞാനിപ്പോൾ പ്രസൻ്റ്ലി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ നടക്കുക എന്നുള്ള എന്താ ക്രിയ പറയുക? നമ്മൾ പറയുന്നത് ചലന എന്നാണ് നമ്മൾ ക്രിയ പറയുക അല്ലേ. അപ്പം നടക്കുക എന്നുള്ളതിന് ചലന എന്ന് പറയും. അപ്പോൾ ആ ചലന എന്നുള്ളത് ഇപ്പം ഞാൻ നടക്കുകയാണ് എന്നെങ്ങനെ പറയും? മേ ചൽ രഹാ ഹൂ അല്ലേ. മേ ചൽ രഹാ ഹൂ. ചലന എന്നുള്ളത് ആ നാ നമ്മൾ കട്ട് ചെയ്തിട്ട് എങ്ങനെ പറയും? ചൽ രഹാ ഹൂ എന്ന് പറയും. അപ്പോൾ വർത്തമാൻ കാലിലെന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെ പറയും? ചൽ രഹാ ഹൂ എന്ന് പറയാം, അല്ലെങ്കിൽ ചൽ രഹി ഹൂ എന്ന് പറയാം. അതുപോലെ അതിപ്പം ഞാൻ ഇന്നലെ നടന്നതാണ് എന്നുള്ളതാണെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എങ്ങനെ അത് പറയും? പാസ്റ്റാ പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മേ ചലാ ഥാ അല്ലെ മേ ചൽ രഹാ ഥാ. അതായത് ഥാ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കഴിഞ്ഞതിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ഥാ എന്നാണെങ്കിൽ ഇപ്പം ഞാനൊരു ക്രിയ വെച്ചിട്ട് പറയാണ്, മേ ചൽ രഹാ ഥാ, മേ ചലാ ഥാ എന്ന് പറയുകയാണെങ്കിൽ അത് പാസ്റ്റാണ്. ഓക്കെ, ഭൂതകാലാണ്. ഇനി ഭവിഷ്യത്കാൽ ഞാൻ നടക്കും എന്നാണെങ്കിലോ മേ ചലൂങ്ക, മേ ചലൂങ്ക, ഏക, ചലേക അല്ലെ ചലൂങ്ക എന്ന് ചേർക്കുന്നതാണ് ഫ്യൂച്ചർ ടെൻസിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മേ ഗാവും, ഞാൻ പാട്ട് പാടും, മേ ഈ ഗാന ഗാരഹോ, ഞാൻ പാട്ട് പാടുകയാണ് എന്നുള്ളതിനെ ക്രിയ എന്താ പറയുക? ഗാവുങ്ക, ഗാന എന്നാണ്. അപ്പോൾ ഗാന എന്നുള്ളതിനെ നമ്മൾ ക്രിയ ഇതാക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? അതെ, മേ ഗാവുങ്ക, മേ ഗാ രഹാ ഹൂ, മേ ഗാ രഹാ ഹൂ എന്നാണ് പ്രസൻറ്റ് ടെൻസിൽ പറയുമ്പോൾ വരിക അല്ലേ. അപ്പോൾ അത് ഭൂതകാലിൽ പറയുമ്പോഴോ മേ ഗാ രഹാ ഥാ അല്ലേ. സിമ്പിളായിട്ട് മേ ഗാ രഹാ ഥാ എന്ന് പറയാം. അത് ഭവിഷ്യത് കാലിലോ, അതായത് ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ എങ്ങനെ പറയും? മേ ഗാവുങ്ക, മേ ഗാവുങ്ക എന്ന് നമുക്ക് പറയാം. ഇപ്പം നിങ്ങൾക്ക് 2 ക്രിയകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇനിയിപ്പം അതുപോലെ തന്നെ നമുക്ക് ഓരോ ക്രിയകൾ നടക്കാം. ഇപ്പം ഞാനിപ്പം പാടുക എന്നുള്ളത് പറഞ്ഞു, അതുപോലെ എന്താ ആദ്യം പറഞ്ഞ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഞാൻ ഓടുകയാണ്, ഓടുന്നതിന് എന്താ പറയുക? ദൗഡുന, ദൗഡുന, ദൗഡുന എന്നാണ് നമ്മൾ ഓടുന്നതിന് പറയുക അല്ലേ. അപ്പം ദൗഡുന എന്നുള്ളതിനെ എങ്ങനെ പറയും? ദൗഡുന എന്നുള്ളതിന് നമ്മൾ പറയുക മേ ദൗഡ് രഹാ ഹൂ, മേ ദൗഡ് രഹാ ഹൂ എന്ന് പറയാം. അത് ഭൂതകാലിൽ പറയുമ്പോഴോ കഴിഞ്ഞു പോയ കാര്യത്തെ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുമ്പോൾ മേ ദൗഡ് രഹാ ഥാ, ഞാൻ ഓടുകയായിരുന്നു അല്ലേ. അത് ഭവിഷ്യത് കാലിൽ, അതായത് ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ മേ ദൗഡൂങ്ക, ഞാൻ ഓടും എന്നാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുകയാണ് പറയാം. എങ്ങനെയാണ് പഠിക്കുക എന്ന് പറയാം? പഠന എന്നുള്ള ക്രിയയാണെങ്കിൽ മേ പഠ് രഹാ ഹൂ, മേ പഠ് രഹാ ഹൂ എന്ന് പറയാം പ്രസൻറ്റ് ടെൻസിൽ. അതുപോലെ അത് പാസ്റ്റിലാവുമ്പോഴോ മേ പഠ് രഹാ, അതന്നെ ഥാ, പഠ് രഹാ ഥാ എന്ന് പറയും. അത് ഫ്യൂച്ചറിലാവുമ്പോഴോ സിമ്പിൾ മേ പഠൂങ്ക എന്ന് പറയാം അല്ലേ. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് കാലിന് കുറേ ഭേദങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ 3 കാര്യങ്ങൾ, അതായത് ക്രിയ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ചലന, ദൗഡന, പഠന എന്നൊക്കെയുള്ള ക്രിയകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നാ മാറ്റിയിട്ട് ചൽ, പഠ്, ദൗഡ് അങ്ങനെയുള്ള അത്രയാക്കിയിട്ട് രഹാ ഹേ എന്നാണെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസും, പിന്നെ രഹാ ഥ എന്നുള്ളതാണെങ്കിൽ അത് പാസ്റ്റ് ടെൻസും, അതുപോലെ രഹൂങ്ക, രഹേങ്കെ എന്നാണെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസുമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കാലം നിങ്ങൾക്ക് എങ്ങനെ പറയാം, അല്ലെ ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത്, അപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചാണോ, അതോ ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണോ പറയുന്നതെന്ന് ആരെങ്കിലും പറയുന്നതാണെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് അറിയാനാണെങ്കിലും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സെക്ഷനുമായിട്ട് നമുക്ക് കാണണം വരെ. ടിൽ ദെൻ, ബൈ ബൈ. ആരും ഒരാൾ ലൈവ് ഉണ്ടല്ലോ.